മാന്യപ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. 2-3-4 വർഷങ്ങൾക്ക് മുമ്പ് എനിക്ക് ലോസ് ഏഞ്ചൽസിലേക്ക് പോകാനൊരു ഭാഗ്യം കിട്ടിയിരുന്നു. 2 ദിവസം നീണ്ടു നിൽക്കുന്ന ഭാരതത്തിൻ്റെ ഭാവി ദിശയെക്കുറിച്ച് ചർച്ച ചെയ്യാൻ, ഭാവി ഭാരതത്തെക്കുറിച്ച് ചർച്ച ചെയ്യാനായിട്ട് അമേരിക്കൻ ഇന്ത്യക്കാർ സംഘടിപ്പിച്ച ഒരു സെമിനാറിൽ ക്ലാസ് എടുക്കാനാണ് ഞാൻ പോയത്. ഞാൻ അവിടെ ചെന്നു, എയർപോർട്ടിൽ ഇറങ്ങി, പുറത്ത് വന്നപ്പോൾ എന്നെ ഈ സമ്മേളന നഗരിയിലേക്ക് കൊണ്ടുപോകാനായിട്ട് 2-3 പേരുണ്ടായതിൽ ഒരാൾ ഒരു സർദാർജി ആയിരുന്നു, ഒരു സിഖുകാരനായിരുന്നു. ബാക്കിയുള്ളവർ മലയാളിയും ബാക്കിയുള്ളവരുണ്ടായിരുന്നു. ഞാൻ ഫ്ലൈറ്റിൽ നിന്ന് ഇറങ്ങി പുറത്തേക്ക് വന്നപ്പോൾ എനിക്കൊരു പുസ്തകം തന്നു. സർദാർജിയാണ് പുസ്തകം തന്നത്. ആ പുസ്തകം എനിക്ക് വളരെ രസകരമായി തോന്നി. ആ പുസ്തകത്തിൻ്റെ ടൈറ്റില്, അതൊരു വീക്കിലിയാണ്. എൻ്റെ ടൈറ്റില് എനിക്ക് പരിചയമുള്ളതുപോലെ തോന്നി. കാരണം ആ വീക്കിലിയുടെ, ബിസിനസ് വീക്ക് എന്ന് പറയുന്ന വീക്കിലിയുടെ ടൈറ്റിലും കണ്ടന്റും ഇന്ത്യൻ എക്സ്പ്രസ്സിൽ അതിൻ്റെ മുമ്പിലത്തെ ആഴ്ച ഞാൻ വായിച്ചതാണ്. ആ ബിസിനസ് വീക്ക് എന്ന 70 മില്യൺ കോപ്പി അടിക്കുന്ന ബിസിനസ്സുകാരുടെ ഭഗവത്ഗീത എന്ന് പറയുന്ന ആഴ്ചപ്പതിപ്പ്. അതിലെ കവർ സ്റ്റോറി ഭഗവത്ഗീത ഉപദേശിക്കുന്ന കൃഷ്ണൻ, അത് കേൾക്കുന്ന അർജുനൻ. അത് ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയിലെ കൂടി പബ്ലിക്കേഷനാണ്. അതില് ഈ ബിസിനസ് വീക്ക് എന്ന അമേരിക്കൻ പബ്ലിക്കേഷനിൽ 7 കോടി കോപ്പികൾ അടിക്കുന്ന അമേരിക്കൻ പബ്ലിക്കേഷനിൽ ആ ആഴ്ചത്തെ വിഷയം ഗീത ബിക്കംസ് ദ ന്യൂ മന്ത്ര ഫോർ ദ ബിഗ് ബിസ് ഇൻ US എന്നായിരുന്നു ടൈറ്റില്. ഗീത ബിക്കംസ് ദ ന്യൂ മന്ത്ര. ഗീത ഒരു പുതിയ മന്ത്രമായിത്തീരുന്നു ഫോർ ദ ബിഗ് ബിസ്. വലിയ ബിസിനസ് കമ്മ്യൂണിറ്റികൾ, അമേരിക്കയിലുള്ള വലിയ ബിസിനസ്സുകാർക്ക് ഗീത ബിക്കംസ് ദ ന്യൂ മന്ത്ര. ഗീത ഒരു പുതിയ മന്ത്രമായി മാറിക്കൊണ്ടിരിക്കുന്നു. അകത്തൊരു 7-8 പേജുകളില് നല്ല ഗംഭീരമായിട്ട് ഇന്ത്യക്കാരും അല്ലാത്തവരും ചേർന്ന് എഴുതിയിരിക്കുന്ന ഗീതയിലെ, ഭഗവത്ഗീതയിലെ മാനേജ്മെന്റ് പ്രിൻസിപ്പിള്. ശരിക്കും ഭഗവത്ഗീത എന്നാ എഴുതിയത് ഏകദേശം നോക്കുകയാണെങ്കിൽ, ഇപ്പോ ഇത് നമ്മൾ ജീവിക്കുന്നത് കലിയുഗം ആരംഭിച്ചിട്ട് 5117 വർഷമാണ്. കലിയുഗ എന്ന് പറയുന്നത് 5117 വർഷമാണ്. കലിയുഗം ആരംഭിച്ചത് BC 3102 ഫെബ്രുവരി മാസം 17 വ്യാഴാഴ്ച രാത്രി 11:55. ഈ BC 3102 ഫെബ്രുവരിയും ജനുവരിയും മാർച്ചും ഏപ്രിലും ഒന്നും ഉണ്ടായിരുന്നില്ല. നമ്മൾ ഇവിടെ നിന്ന് പുറകോട്ട് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഈ 365 ദിവസം വെച്ച് പുറകോട്ട് എടുത്തുകൊണ്ട് പോയാൽ നമുക്ക് ഓട്ടോമാറ്റിക്കലി മലയാളം ഇറയോ ഹിജറ ഇറയോ ഇംഗ്ലീഷ് ഇറയോ ഏത് വേണമെങ്കിലും നമുക്ക് ചേർക്കാൻ സാധിക്കും. അങ്ങനെയാണത് ഫെബ്രുവരിയിൽ നിന്ന് കണ്ടുപിടിച്ചത്. 5117 വർഷങ്ങൾക്ക് മുമ്പ് ജനുവരി ഫെബ്രുവരി ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പൊ നമ്മളുടെ കറക്റ്റ് കാൽക്കുലേഷൻ പ്രകാരം BC 3102 ഫെബ്രുവരി 17 വ്യാഴാഴ്ച രാത്രി 11:55 ഭൂമി, സൂര്യൻ, ചന്ദ്രൻ, ചൊവ്വ, ബുധൻ, ഗുരു, ശുക്രൻ, ശനി എന്ന് പറയുന്ന ഗ്രഹങ്ങളും സൂര്യനും ചന്ദ്രനും ഭൂമിയും മേടസംക്രാന്തി രേഖയിൽ വന്നത്. മേടസംക്രാന്തി രേഖയിൽ വന്നത്. ഈ കലിയുഗം ആരംഭിക്കുന്ന വേളയില് ധർമ്മപുത്രരും അർജുനനും പാണ്ഡവരുമെല്ലാം രാജ്യം അഭിമന്യുവിനെ ഏൽപ്പിച്ച്, അഭിമന്യുവിന്റെ പുത്രൻ പരീക്ഷത്തിനെ ഏൽപ്പിച്ച് അവർ മഹാപ്രാസ്ഥാനികത്തിലേക്ക് പോയി എന്നുള്ളതാണ് വിവരണം. ശരിക്ക് കലിയുഗം ആരംഭിക്കുന്നതിന് മുമ്പ് 38 വർഷം വരെ
അവര് രാജ്യം ഭരിച്ചു. മഹാഭാരത യുദ്ധം കഴിഞ്ഞ് 38 വർഷം രാജ്യം ഭരിച്ച് രാജ്യം അഭിമന്യുപുത്രനെ ഏൽപ്പിച്ച് അവര് യാത്രയ്ക്ക് പോയി. അപ്പൊ ശരിക്ക് BC 3102 കൂട്ടത്തിൽ 38 കൂടി ചേർത്താൽ BC 3140. BC 3140 2016 കൂടി ചേർത്താല് ഒരു 5156 വർഷം മുമ്പ്, 51.5 നൂറ്റാണ്ട് മുമ്പ് എഴുതിയ ഭഗവത്ഗീത, കുരുക്ഷേത്ര ഭൂമിയിൽ വെച്ച് പറഞ്ഞു എന്ന് നമ്മൾ പറയുന്ന ഭഗവത്ഗീത, ആ ഭഗവത്ഗീത ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയിലെ പഠന സബ്ജക്റ്റാണ് മാനേജ്മെന്റിന്റെ. ഞാൻ MBA കഴിഞ്ഞ വർഷം എടുത്തപ്പോ എന്റെ മെന്റർ ആയിരുന്ന ആള് ഹാർവാർഡിൽ നിന്ന് MBA പാസ്സായി ബിസിനസ്സിൽ PhD എടുത്ത വ്യക്തിയാണ് ഡോക്ടർ YLN മൂർത്തി എന്ന് പറയുന്ന ആള്. അദ്ദേഹം ഞങ്ങൾക്ക് ക്ലാസ് എടുത്തതും IIT ക്യാമ്പസിൽ ക്ലാസ് എടുത്തതും ഭഗവത്ഗീതയെ കുറിച്ചാണ്. ഈ മാഗസീൻ അത്രയും അധികം ലോകാംഗീകാരം കിട്ടിയ മാഗസീനിലും സബ്ജക്റ്റ് ഭഗവത്ഗീതയാണ്. അപ്പൊ നമ്മുടെ പൈതൃകത്തിന്റെ ഭഗവത്ഗീത 21ാം നൂറ്റാണ്ടില് ഒരു ആത്മീയത എന്നുള്ളത് അല്പം പോലും ചേർക്കാത്ത പ്യുവർ ഭൗതികതയുടെ മാനേജ്മെന്റിന്റെ ഗ്രന്ഥമാക്കി മാറ്റിയത്. നമ്മുടെ പൈതൃകത്തിൽ എത്രത്തോളം അഭിമാനിക്കാനുണ്ടെന്നുള്ളത് ആലോചിച്ചു നോക്കാം. ഇവിടെ ഒന്നും അഭിമാനിക്കാനില്ലാത്തതിനെ ഉണ്ടാക്കിയിട്ട് ശാസ്ത്രമല്ലാത്തതിനെ ശാസ്ത്രമാക്കി നമ്മൾ ദുർവ്യാഖ്യാനം ചെയ്ത് ലോകത്തിന്റെ മുമ്പിൽ എന്തെങ്കിലും അവതരിപ്പിച്ചിട്ട് ഒരു സ്യൂഡോ സെൻസ് ഓഫ് പ്രൈഡ് ഉണ്ടാക്കല്ല. മറിച്ച് നമ്മുടെ ഭഗവത്ഗീത ലോകത്തിലെ ഏറ്റവും ഉജ്ജ്വലമായ യൂണിവേഴ്സിറ്റികളിൽ ഒന്നായിട്ടുള്ള ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയിലെ ബിസിനസ് മാനേജ്മെന്റിന്റെ ഭാഗമായിട്ട് പഠിപ്പിക്കുന്നു എന്ന് മാത്രമല്ല, അതിൽ ഗവേഷണം നടത്തുന്നു മാനേജ്മെന്റ് പ്രിൻസിപ്പിൾസിനായിട്ടെന്ന് മാത്രമല്ല, അത് അവര് ലോകമെമ്പാടും എത്തിക്കുന്ന മാഗസീന്റെ കവർ സ്റ്റോറി ആയിട്ട് പോലും കൊടുക്കാൻ നല്ല രീതിയിൽ ശ്രമിക്കുന്നു എന്ന് മാത്രമല്ല, അതിനെക്കുറിച്ച് വലിയൊരു കമന്ററി ഇന്ത്യൻ എക്സ്പ്രസിൽ വന്നത് എനിക്ക് നേരിട്ട് വായിക്കാനും സാധിച്ചു. ഞാൻ അതന്ന് തേഴ്സ്ഡേ മെസ്സേജിൽ കൊടുക്കുകയും ചെയ്തിട്ടുണ്ടായി. അപ്പൊ ശരിക്ക് ഒരു ഭാരതീയനായിട്ടുള്ളതിൽ നമുക്ക് എത്ര അധികമാണ് അഭിമാനിക്കാനുള്ളത്. ആ അഭിമാനിക്കാനുള്ളതിനെ എടുക്കുന്നതിന് പകരം നിഷേധാത്മകമായി പുച്ഛിച്ച് തമസ്കരിച്ച് അതിനെ ഇല്ലാതെയാക്കാനുള്ള ഒരു ശ്രമത്തിനെ കുറിച്ച് നമ്മൾ എന്താ പറയേണ്ടതെന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് വിട്ടുന്നു. പ്രണാമം, നമസ്കാരം.